നിങ്ങൾ ദിക്ർ കൊണ്ട് ധാരാളമായി ദിക്റുകൾ ചൊല്ലുന്നവരാണെങ്കിൽ വമ്പിച്ച സംരക്ഷണം ശൈത്താനിൽ നിന്ന്. മുന്നിലൂടെയും പിറകിലൂടെയും നമ്മെ നശിപ്പിക്കാൻ പ്രതിജ്ഞയെടുത്ത പിശാചിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. അവിടെ മാത്രമല്ല, വലിയ അപകടങ്ങളിലും അതുണ്ടാകുന്നതാണ്. സൂറത്തു സ്വാഫാത്തിലെ 143, 144. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം സമുദ്രത്തിൻ്റെ നടുക്ക് മത്സ്യത്തിൻ്റെ വയറ്റിൽ. എന്താ രക്ഷപ്പെടാനുള്ള കാരണം? അള്ളാഹു പറയട്ടെ, റഹ്മാനായ റബ്ബ് പറയട്ടെ, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. അദ്ദേഹം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നുള്ള തസ്ബീഹ് ചെയ്യുന്ന ആളല്ലായിരുന്നെങ്കിൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഒരുപാട് കാലം കഴിയേണ്ടി വരുമായിരുന്നു. എന്താണ് അള്ളാഹു രക്ഷപ്പെടുത്തിയത്? തസ്ബീഹ് ചെല്ലുന്ന മുസബ്ബിഹീൻ. അതെല്ലാ ദിക്റുകൾക്കും പൊതുവെ പറയുന്നതാണ് തസ്ബീഹ്. സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്റിന് മാത്രം അത് പറയും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി തസ്ബീഹ. ഈ തസ്ബീഹ് കാരണമാണ് ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുമ്പോൾ നമുക്കെങ്ങനെ അദ്കാറുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയും?